ഇന്ന് രാവിലെ മുതലേ നല്ല വെയിലാണേ. അപ്പോൾ ഈ ഒരു വെയിലത്ത് ഞാനും മക്കളും കൂടി വീട്ടിൽ പോവുകയാണേ, എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ കൊണ്ടോട്ടി എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ദാഹം. അപ്പോൾ അങ്ങനെ ദാഹം അകറ്റാൻ വേണ്ടി ഓരോ ലൈമും പപ്സും കട്ട്ലറ്റൊക്കെ കഴിച്ചിട്ടോ. ഇതിപ്പോൾ മഴയായാലും വെയിലായാലും ഞങ്ങൾക്ക് ഈ ദാഹം ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓട്ടോ ഒക്കെ വിളിച്ച് വീട്ടിലേക്ക് എത്തി. അങ്ങനെ വീട്ടിലേക്ക് എത്തി അമ്മൂസ് ഡ്രസ്സൊക്കെ മാറി വേഗം കളി തുടങ്ങിയിട്ടുണ്ട്. ഏട്ടൻ്റെ കുട്ടീൻ്റെ വണ്ടിയാണ് കേട്ടോ ഇതൊക്കെ. ഏട്ടനും ചേച്ചിയും കുട്ടികളൊന്നും ഇവിടെ ഇല്ല. 2 ദിവസം മുമ്പേ അവർ പോയിട്ടുണ്ട്. ചേച്ചീൻ്റെ അനിയത്തി ഹോസ്റ്റലിൽ നിന്ന് വന്നപ്പോൾ അങ്ങനെ ലീവിന് വന്നപ്പോൾ ഓരങ്ങോട്ട് പോയതാണേ. അപ്പോൾ ഞാനും കുട്ടികളും അച്ഛനും അമ്മേനെ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം വൈകുന്നേരത്തിനുള്ള ചോറ് ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ വന്ന സമയത്ത് ഞങ്ങൾ മീനൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ഇത് വൈകുന്നേരത്തിനുള്ളതാണേ. വൈകുന്നേരത്തിന് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഞാൻ തന്നെയാണ് കേട്ടോ പണിക്ക് ഒരുങ്ങണത്. അമ്മ ഇപ്പം നേരെ പണി കഴിഞ്ഞൊക്കെ വന്നിട്ടുള്ളൂ. അമ്മ നമ്മളെ വീടിൻ്റെ അടുത്തൊരു ടീച്ചറെ വീട്ടിലേക്ക് പണിക്ക് പോകലുണ്ട്. അമ്മ അവിടെ ചോറും കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കലും അടിക്കലും തുടക്കലും അങ്ങനെയുള്ള പണിയാണ് കേട്ടോ അമ്മ എടുക്കുക. അപ്പം അങ്ങനെ പോയി വന്നതല്ലേ, അപ്പം പണി കഴിഞ്ഞ് വന്നതല്ലേ, അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഞാൻ തന്നെ ചോറുണ്ടാക്കാനൊക്കെ ഒരുങ്ങിയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നെയ്ച്ചോറിനുള്ള വെള്ളമൊക്കെ സെറ്റാക്കി ഉപ്പും കാര്യങ്ങളും നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ അരി വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അരി ഇട്ടാൽ നമ്മൾ ചോറ് അങ്ങനെ ആയി കിട്ടും. എനിക്കിഷ്ടം നെയ്ച്ചോറാണ് കേട്ടോ ബിരിയാണിനേക്കാളും. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഇഷ്ടമാണ്, പക്ഷെ എന്നാലും നെയ്ച്ചോറിനോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതിനിടയിൽ ഞാൻ ഫ്രിഡ്ജിൽ പോയിട്ട് തൈരൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടോ. ഞാനും അമ്മ ഇങ്ങനെ ഓരോ കഥകൾ പറയാം കേട്ടോ. വീട്ടിലുള്ള കരിങ്കോഴീനെ അർത്ഥ കഥ കേട്ടോ പറയണത്. കരിങ്കോഴി എന്നും 6 മണിൻ്റെ ശേഷം ഇങ്ങോട്ട് കൂവാനൊരുങ്ങും. അപ്പോൾ അങ്ങനെ വീടിൻ്റെ ലക്ഷണക്കേടാണ് അങ്ങനെ കോഴികൾ വൈകുന്നേരം കൂകണമെന്ന് പറഞ്ഞിട്ട് അതിനെ അറുത്തു. അപ്പോൾ ആ കഥയൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലുണ്ടല്ലോ, അമ്മ പോണ വീട്ടിൽ നിന്ന് താത്ത അമ്മക്കൊരു ഇത് കൊടുത്തിരുന്നു, ടോർച്ച്. താത്തേൻ്റെ മോള് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ മോള് കൊടുത്താന്ന് പറഞ്ഞു അമ്മയ്ക്ക്. അപ്പോൾ അങ്ങനെ അതൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു തന്നിട്ടോ. ചുരിദാറുകളും അങ്ങനെയൊക്കെ കൊടുത്തിരുന്നിട്ടോ അമ്മക്ക്. അതൊക്കെ കാണിച്ചു തന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മൾ അണ്ടി മുന്തിരിയൊക്കെ വറുക്കാൻ ഒരുങ്ങിയതേന്നേ. അപ്പോൾ അതിലുള്ള മുന്തിരി അവിടെ ഉണ്ട്. മുന്തിരിക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷെ അണ്ടിപ്പരിപ്പ് ഞാനിനി അതിൽ ബാക്കി വെച്ചത് ആകെ 5 ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ കഴിച്ച് തീർത്തു. പിന്നെ അങ്ങനെ ഉള്ളിയൊക്കെ വാട്ടി അങ്ങനെയൊക്കെ കോരിയെടുക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഉള്ളീൻ്റെ ഒരു ചൊയ. ഇങ്ങനെ വറുത്ത് വെച്ച ഉള്ളി പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ. അങ്ങനെ അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചപ്പോഴത്തേക്ക് നമ്മളെ ചോറിനുള്ള വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ വേഗം അരിയൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ ഇനി അങ്ങോട്ട് നമ്മളെ ചോറ് വെള്ളം അങ്ങോട്ട് വറ്റി കഴിഞ്ഞാൽ നമ്മളെ നെയ്ച്ചോറ് അങ്ങോട്ടായി. ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പം നെയ്ച്ചോറാന്ന് കേട്ടോ എനിക്ക് തോന്നുക, ബിരിയാണിനേക്കാളും മറ്റ് മന്തീനേക്കാളൊക്കെ. അങ്ങനെ നമ്മളെ ചോറ് അവിടെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം ചിക്കൻ അപ്പോഴത്തേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് വേഗം പൊരിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു. അങ്ങനെ അതങ്ങനെ ഓരോന്നോരോന്ന് കോരിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അമ്മ അധികം ചിക്കൻ പൊരിച്ചിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുക. നല്ല ടേസ്റ്റാണ് അമ്മ കറി ഉണ്ടാക്കിയാൽ. ഞാൻ പറയും അമ്മ അങ്ങനെ താത്താരെ വീട്ടിലൊക്കെ പോയിട്ടേക്കാരം ഇങ്ങനെ നല്ല നല്ല ഫുഡൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചതെന്ന് പറയും. അതിൻ്റെ ഇടയിൽ പിന്നെ ഞാനേ അമ്മേൻ്റെ ചെടികളൊക്കെ ഒന്ന് പോയി നോക്കിയതാണ് കേട്ടോ. അമ്മ ഒരു ചെടി പ്രാന്തിയാണ് കേട്ടോ. അമ്മ പോണ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണിത്. ആ താത്ത എല്ലാതും കൊടുക്കും നമുക്ക്. താത്തക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മേനെ. അങ്ങനെ ആ താത്ത കൊടുക്കുന്ന ചെടികളായിരുന്നു കേട്ടോ അതൊക്കെ. അമ്മേൻ്റെ അടുത്ത് ഇങ്ങനത്തെ കുറേ ചെടികൾ കുറേ ഉണ്ട് കേട്ടോ. ഈ ഒരു ചെടിയൊക്കെ ഇവിടെ കാട് പിടിച്ച് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു റോസ് കളറും കൂടി ഉണ്ട് കേട്ടോ. അതിലുള്ള പൂവൊക്കെ അമ്മൂസൂട്ടി ഒഴിവാക്കി. അപ്പോൾ ഞാൻ പറയും ഇതൊക്കെ വെട്ടിയിട്ടേ ഇവിടുന്ന് പോവുള്ളൂ, കാട് മൂടിയിരിക്കുന്ന ചെടികളൊക്കെ, അപ്പോൾ അതൊക്കെ വെട്ടിയിട്ടേ ഞാൻ പോവുള്ളൂ എന്നൊക്കെ പറയുന്നു അമ്മേനോട്. അതിൻ്റെ ഇടയിൽ അച്ഛനും അമ്മൂസിനെയും കൊണ്ട് റോട്ടുമ്മൊക്കെ പോവാണ് കേട്ടോ. അവിടെ കുട്ടികൾ കളിക്കുന്നുണ്ട്. അപ്പോൾ അമ്മൂസിനെയും കൊണ്ട് പോകുക. അതിൻ്റെ ഇടയിൽ അച്ഛൻ്റെ ആടും കുട്ടി ഉണ്ട് കേട്ടോ. അച്ഛൻ്റെ ഒപ്പേ ഒരു കുഞ്ഞാടുണ്ട് നമ്മളെ വീട്ടിൽ. അപ്പോൾ അതിനെയും കൊണ്ട് പോയതാണേ. അപ്പോഴത്തേക്കും തന്നെ സമയം 6 മണിയായിട്ടോ. പിന്നെ ഞാൻ വേഗം കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം വിളക്കൊക്കെ കത്തിച്ചേ. നമ്മളിപ്പം അവിടെ ആയാലും നമ്മളെ വിളയിലായാലും നമ്മളെ വീട്ടിലായാലും വിളക്ക് വയ്ക്കലും പ്രാർത്ഥനയൊക്കെ നിർബന്ധമാണ് കേട്ടോ. അതില്ലെങ്കിൽ ഒരു മനസ്സമാധാനം കിട്ടില്ല. അപ്പം അങ്ങനെ വിളക്ക് വയ്ക്കലും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. അപ്പോഴും കുട്ടികളൊക്കെ അവിടെ തന്നെയാണ് കേട്ടോ, റോട്ടിൽ തന്നെയായിരുന്നു. അതിനിടയിൽ അമ്മൂസും അച്ഛനും ആടുംകുട്ടിയൊക്കെ വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവൻ ഏത് നേരം വീടിൻ്റെ അകത്താണ് കേട്ടോ. അമ്മൂസ് ഉള്ളതിനെ കൊണ്ടാണ് പിന്നെ അകത്ത് കയറ്റാത്തത്. ഇവൻ ഇങ്ങനെ ചാടി കളിച്ച് നടക്കുകയാണ് അകത്ത് കൂടെ ഒക്കെ. അച്ഛനെ ഭയങ്കര ഇഷ്ടമായിട്ട് അച്ഛൻ വിളിച്ചാൽ വേഗം അച്ഛൻ ബാ ബാ എന്ന് പറയുമ്പോഴത്തേക്ക് വേഗം കയറി വരും എവിടെ നിന്നായാലും. പിന്നെ വേഗം നമ്മളൊരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ വേഗം ചോറൊക്കെ സെറ്റാക്കി ചോറൊക്കെ കഴിച്ചിട്ടോ. കുട്ടികൾ കരയണതിൻ്റെ മുന്നേ ഓർക്കൊക്കെ കൊടുത്തു. അമ്മനും മോളും എൻ്റെ കൂടെയാണ് കേട്ടോ കഴിച്ചത്. അമ്മൂസിന് ഞാൻ നേരത്തെ കൊടുത്തിരുന്നു.
അങ്ങനെ ഇപ്പോൾ പിന്നെ അമ്മൂസിൻ്റെ അവിടെ അമ്മച്ചൻ്റെ കൂടെ കളിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനും അനുമോളും കൂടെ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.